ഹിന്ദുത്വം എന്ന പേരിൽ ഇവിടെ നടക്കുന്നത് കപട ഹിന്ദുയിസമാണ്. നമ്മുടെ മതത്തെ അപമാനിച്ചുകൊണ്ടോ ഹൈജാക്ക് ചെയ്തുകൊണ്ടോ അല്ലാതെ ഈ ഹിന്ദുത്വക്കാർക്ക് വിജയിക്കാനാവില്ല. ഇങ്ങനെ പറഞ്ഞത് ഒരു ഹിന്ദു സന്യാസിയാണ്. ഈ ഹിന്ദു RSSകാരൻ വിഭാവനം ചെയ്യുന്ന ആയുധമെടുത്ത ഹിന്ദുവല്ല, കലാപം ഉണ്ടാക്കുന്ന ഹിന്ദുവല്ല, രാമക്ഷേത്രത്തിൻ്റെ പേരു പറഞ്ഞ് പണം തട്ടുന്ന ഹിന്ദുവല്ല. മറിച്ച് ശാന്തിക്കും സമാധാനത്തിനും മതേതൃത്വത്തിനും പരിസ്ഥിതിക്കും സർവോപരി മഹത്തായ മാനവികതയ്ക്കും വേണ്ടി അക്ഷീണം ശബ്ദമുയർത്തുന്ന ധീരനാണ്. Never try to define myself, been trying to true to myself. And in that connection, what I find is I am a seeker of truth. Because for me, truth is God. And people want to seek God. And because for me, truth is God. And love, compassion, and justice is God. These are the attributes of God. The energy of truth, love, compassion, justice pervading the whole universe. And therefore, I am part of the little microcosm of the universe, pervading inside of me also. So in my heart of hearts, I always look for truth and justice. And I am seeker. So wherever there is a call, wherever there is any challenge, I feel challenged and I feel called upon to take it up. So whatever issue, I try to be true to myself. That's the only thing I have. 2018 ജാർഖണ്ഡിൽ വെച്ച് സ്വാമി അഗ്നിവേശിനെ RSSകാർ ക്രൂരമായി മർദ്ദിച്ചു. വിവേകാനന്ദ സ്വാമികളെ തല്ലുന്നതിന് സമം തന്നെയായിരുന്നു സ്വാമി അഗ്നിവേശിനെ ഈ സംഘപരിവാർ തല്ലിയിട്ടുള്ളത്. വളരെ ക്രൂരമായ മർദ്ദനം. മാത്രമല്ല, ഭാരതീയ സംസ്കാരത്തിൽ സന്യാസിവര്യനായിട്ടുള്ള ഒരാൾ മഹാസമാധി പ്രാപിച്ചു എന്നാണ് പറയുക. പക്ഷേ ഇന്ന് തന്നെ നമ്മുടെ കേരളത്തിലെ പല ഈ സംഘപരിവാറിൻ്റെ ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അവരുടെ അനുയായികളാണ് എന്നൊക്കെയാണ് തോന്നുന്നത്, എന്ത് വളരെ മോശമായ ഭാഷയിലാണ് സ്വാമിജിയെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ പോസ്റ്റിട്ട് ആഘോഷിക്കുന്നു. ഒരു സന്യാസിയുടെ മഹാസമാധി അവരാഘോഷിക്കുകയാണ് ഈ നിലയിൽ. അപ്പോൾ വാസ്തവത്തിൽ ഇവർ ആർക്കെതിരെയാണ് ഇത് ചെയ്യുന്നത്? സ്വാമി വിവേകാനന്ദ സ്വാമികൾക്ക് എതിരെയായിട്ടാണ്, ശ്രീനാരായണ ഗുരുദേവനെതിരായിട്ടാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദ സ്വാമികളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ മാനവികതയെയാണ് സ്വാമി അഗ്നിവേശ് നമുക്ക് മുന്നാകെ നമ്മുടെ ഇടയിലൂടെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. സ്വാമിജിയുടെ വിയോഗം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ആരാണ് ഹിന്ദുവെന്നും എന്താണ് ഹിന്ദുത്വം എന്നും RSSകാർ തീരുമാനിക്കും. അതിനും അപ്പുറത്ത് ആരും ഹിന്ദുവിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നതാണ് RSSൻ്റെ തീട്ടൂരം. അതിന് ഒപ്പം നിൽക്കാൻ ഈ സന്യാസി തയ്യാറായില്ല. മരണം വരെ RSSകാരൻ്റെ വടിവാളുകൾ ഇദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. Hinduism is not under attack. It's a matter of fact, it is the strength of Hindus. That most reforms have taken place in this whole Hindu tradition. Guru Nanak, Kabir, Surdas, and many such other people. Our own land, Sri Narayan Guru, was he not a Hindu in that sense? In Kerala we have our own reformist in Kerala. It's a great land of reformers here. We should celebrate this great tradition. Definitely. And this is the time to come back and revive this Navothanam. This is the time, this is the challenge we should all face. Because when caste was being created and being perpetuated, people like Ayankali, in this great land of Kerala, he
he contributed so much in wiping out this caste scourge. Otherwise, women were not allowed to wear the upper cloth Yes. by these high caste people. What a great humiliating thing. But he fought against it and carried this reform movement. Sri Narayan Guru to stand up and say, Uru Daivam, Uru Jati, Uru Matam, Mother Manisha. for the whole of humanity. He is saying exactly what the Vedas said. One God, one universe, one human family. 1939 ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്താണ് സ്വാമി അഗ്നിവേശ് എന്ന ശ്യാംവേബ റാവു ജനിച്ചത്. ഗ്രാമത്തിലെ പാവപ്പെട്ടവർ നേരിടുന്ന വിഷമങ്ങളാണ് ശ്യാംവേബ റാവുവിൽ സാമൂഹ്യബോധത്തിനും മാനവികതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ആത്മീയതയ്ക്കും ബീജാവാപം പാകിയത്. ബിരുദത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടിയ അദ്ദേഹം 1963 മുതൽ 68 വരെ കൊൽക്കത്തയിലെ സെൻറ്റ് സേവിയർ കോളേജിൽ ബിസിനസ് മാനേജ്മെൻറ്റ് അധ്യാപകനായി, കുറച്ചുകാലം അഭിഭാഷകനായി. പിന്നീട് ഉത്തരേന്ത്യയിലെത്തി. ഹരിയാനയായിരുന്നു തട്ടകം. ദയാനന്ദ സരസ്വതിയുടെ ദർശനങ്ങളിൽ ആകൃഷ്ടനായി ആര്യസമാജത്തിൽ ചേർന്ന് സന്യാസം സ്വീകരിച്ചു. ആര്യസഭ എന്ന പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ രംഗത്ത് സജീവമായി. മാർക്സിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെ സങ്കലിത രൂപമായിരുന്നു സ്വാമി അഗ്നിവേശിൻ്റെ രാഷ്ട്രീയം. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധിയും പ്രതീകവുമായിട്ടാണ് ഞാൻ സ്വാമി അഗ്നിവേശിനെ കാണുന്നത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തിനും ഒക്കെ തന്നെ കാരണമായിട്ടുള്ള ഇന്ത്യയുടെ ആ പൗരാണികമായ സംസ്കാരം തന്നെയാണ്. അത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായി അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് പിന്നീട് നമ്മുടെ രാജ്യത്തുണ്ടായ പുരോഗതിക്കും പ്രത്യേകിച്ചും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിപുലമായ ഐക്യത്തിനും ഒക്കെ തന്നെ കാരണമായത് ആ അടിത്തറയിലുണ്ടായിരുന്ന അതിൻ്റെ ആ ഒരു മതേതര ജനാധിപത്യ സ്വഭാവം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ രാജ്യത്ത് പല ഘട്ടങ്ങളിലും ഉയർന്നു വന്ന രാഷ്ട്രീയ മതരാഷ്ട്ര രൂപീകരണ ശ്രമങ്ങളും അതുപോലെ തന്നെ പൗരോഹിത്യ മേധാവിത്വവും അതൊക്കെ നേരത്തെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിലുണ്ടായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ വിഭിന്നങ്ങളായ ആശയധാരകൾ കലർന്നു കിടക്കുകയാണ്. അപ്പോൾ അതിലൊന്നായിട്ട് ഉണ്ടായിരുന്നു. പലപ്പോഴും അതിന് മേധാവിത്വം കിട്ടി എന്നുള്ളത് ശരിയാണ്. കാരണം അഹിംസാപരമായിട്ടുള്ള മറ്റ് ചിന്തകളുടെ ഇടയ്ക്ക് ഹിംസയുടേതായിട്ടുള്ള പൗരോഹിത്യത്തിന് മേൽക്കൈ കിട്ടുക സ്വാഭാവികമാണ്. അപ്പോൾ അതുമൂലം മറഞ്ഞു കിടന്നിരുന്ന ഇന്ത്യൻ ദർശനത്തെ, ഇന്ത്യൻ തത്വചിന്തയെ, ആ തത്വചിന്തയുടെ മനുഷ്യസ്നേഹത്തെയും അതിന് അധസ്ഥിത മനുഷ്യനോടും അധസ്ഥിത ജനവിഭാഗത്തോടും ഒക്കെയുള്ള ആ ചിന്തയുടെ സ്നേഹത്തെയും ഒക്കെ തന്നെ നമുക്ക് വെളിവാക്കി തന്ന, തൻ്റെ പ്രവൃത്തിയിലൂടെയും കർമ്മപദങ്ങളിലൂടെയും ധീരമായ മുന്നോട്ടുള്ള യാത്രയിലൂടെയും ഒക്കെ തന്നെ നമുക്ക് വെളിവാക്കി തന്ന മഹാനാണ് സ്വാമി അഗ്നിവേശ്. അതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ അദ്ദേഹം പല ഘട്ടങ്ങളിലും രാജ്യത്തെ പൗരോഹിത്യ ഹിന്ദുത്വവാദികളുടെയും RSSൻ്റെയും ഒക്കെ തന്നെ അതിക്രൂരമായ ആക്രമണത്തിന് വിധേയമായത്. കാരണം അവരുടെ ഒരു ഉപകരണമായിട്ടാണ് ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തെ തങ്ങളുടെ ഒരു ഉപകരണമായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിന് വെളിച്ചത്ത് കാണിക്കാതിരിക്കാൻ, അതിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവത്തെ പുറത്ത് കാണിക്കാതിരിക്കാനും അതിനെ തമസ്കരിക്കാനും അതിനെ വളരെ വികൃതമായ രീതിയിൽ തങ്ങളുടെ നികൃഷ്ടമായ താല്പര്യങ്ങൾക്ക് പ്രത്യേകിച്ചും അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഉള്ള ഒരു ഉപകരണമായിട്ട് ഇന്ത്യൻ തത്വചിന്തയും ഇന്ത്യയിലെ മതബോധത്തെയും ഒക്കെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അഴിഞ്ഞാടിയപ്പോൾ അഗ്നിവേശ് പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. അഗ്നിവേശിനെ ജയിലിലടച്ചു. 1977 ഹരിയാനയിലെ നിയമസഭാംഗമായി, വിദ്യാഭ്യാസ മന്ത്രിയായി. എന്നാൽ രാഷ്ട്രീയക്കാരനായി അധികകാലം അദ്ദേഹത്തിന് തുടരാനായില്ല. മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകനായി. ആര്യസമാജത്തിന് പുതിയ ദിശാബോധം നൽകി. വാസ്തവത്തിൽ ശ്രീബുദ്ധനാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ തത്വചിന്തയുടെ ശരിയായിട്ടുള്ള ആ അന്തസത്ത ലോകത്തെ അറിയിച്ചത്. അതിനെ പിന്നീട് വന്ന പൗരോഹിത്യം തകർത്ത് തരിപ്പണമാക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലും ഈ സഹിഷ്ണുതയുടെയും സംസ്കാരത്തിൻ്റെയും
ഒക്കെ ആയിട്ടുള്ള ഇന്ത്യൻ തത്വചിന്തയും ജീവിതത്തെയും ഇന്ത്യൻ മതങ്ങളെയും ഒക്കെ തന്നെ വ്യാഖ്യാനിക്കുന്ന പല പരിശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ശരിയായ തുടർച്ചയാണ് നമുക്ക് സ്വാമി അഗ്നിവേശിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം സന്യാസം എന്ന സംഗതിയെ വാസ്തവത്തിൽ അദ്ദേഹം ഒരു ജനസേവനത്തിൻ്റെ, അതായത് അധസ്ഥിത മനുഷ്യനെ, അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ മോചനത്തിനുള്ള ഒരു ഉപാധിയാക്കി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അത് സന്യാസ ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കിയാൽ നമുക്കറിയാമല്ലോ, അദ്ദേഹം പ്രവർത്തിച്ചത് മുഴുവൻ അടിമവേലക്കാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടും അടിമവേലയുണ്ടായിരുന്നു. അതിക്രൂരമായ തരത്തിലുള്ള പീഡനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടങ്ങളിലൊക്കെ കടന്നു ചെന്നുകൊണ്ട് അടിമവേലക്കാരെ മോചിപ്പിക്കുക, ആദിവാസികൾക്ക് വേണ്ടി പോരാടുക, ന്യൂനപക്ഷ മതസമൂഹത്തിന് വേണ്ടി വാദിക്കുക, അതിൻ്റെ പേരിലുള്ള ബഹിഷ്കരണത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുക. അതിനുവേണ്ടി അദ്ദേഹം രാഷ്ട്രീയവുമായും എല്ലാ തരത്തിലും ഏത് രീതിയിലാണ് ഇവരെ സഹായിക്കാൻ കഴിയുക, അധസ്ഥിതനായ മനുഷ്യനെ, അടിച്ചമർത്തപ്പെടുന്നവനെ, മർദ്ദിതനെ, പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവനെ, ഭൂരിപക്ഷ മതത്തിൻ്റെ ആ കായികവും മായിട്ടുള്ള ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്ന സാമാന്യ മനുഷ്യനെ, പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ ഏതു മാർഗമാണ് സഹായിക്കുക, ആ മേഖലയിലൊക്കെ തന്നെ സ്വാമി അഗ്നിവേശിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സതി എന്ന ദുരാചാരത്തിനെതിരെയും ദളിതുകൾക്ക് ഹിന്ദുക്ഷേത്രങ്ങളിൽ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടും അദ്ദേഹം നടത്തിയ സമരങ്ങൾ സംഘപരിവാറിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തി. അടിമത്തൊഴിലാളികളുടെ മോചനത്തിനായി അഗ്നിവേശ് നടത്തിയ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യൻ സാമൂഹ്യാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. സ്വാമി അഗ്നിവേശിൻ്റെ നിര്യാണത്തിൽ ആദ്യം തന്നെ ദേശീയ മഹിളാ ഫെഡറേഷന് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സ്വാമി അഗ്നിവേശുമായി എനിക്കുള്ളൊരു പരിചയമെന്ന് പറയുന്നത് അത് 10-25 വർഷങ്ങളെ അതിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു പരിചയമാണ്. ആ പരിചയം എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ ജന്തർ മന്ദിറിലോ അല്ലെങ്കിൽ പാർലമെൻറ്റ് സ്ട്രീറ്റിലോ വെച്ച് തുടങ്ങിയ പരിചയങ്ങളാണ്. അത് ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ സമരം ചെയ്യുമ്പോൾ ആ സമരങ്ങളോടൊപ്പം, ജനകീയ സമരങ്ങളോടൊപ്പം എന്നും നിന്നിട്ടുള്ള ആളാണ് സ്വാമി അഗ്നിവേശ്. ഇത് പറയുമ്പോൾ അദ്ദേഹം ഏറ്റെടുക്കാത്ത സമരങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളില്ല. ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക എന്ന് മാത്രമല്ല, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മെമ്മോറാണ്ടങ്ങൾ കൊടുക്കുക എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ സമരം ചെയ്യുമ്പോഴും ആ സമരങ്ങളോടൊപ്പം മുൻനിരയിൽ നിന്ന് ആ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ അത് കന്യാഭ്രൂണഹത്യ സംബന്ധിച്ചുള്ള വിഷയമായിരുന്നാലും ശരി, അതല്ല വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കരാറുകൾ അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുമ്പോൾ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളായിരുന്നാലും ശരി, ആ രീതിയിൽ നോക്കിയാൽ എല്ലാ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ എണ്ണി പറയാൻ സാധിക്കുന്ന, അത് തൊഴിലുറപ്പിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളായിരുന്നാലും ശരി, RTIക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളായിരുന്നാലും ശരി, അതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികളെ ട്രാഫിക്കിംഗ് ചെയ്യുന്ന, കടത്തൽ നടത്തുന്ന അതിനെതിരായിരുന്നാലും ശരി, അതേപോലെ തന്നെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നും അടിമത്തം എന്ന് പറയുന്ന ഒരു സ്ലേവറി എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ബന്ധുവ മുക്തി എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന്, അത്തരത്തിൽ നിന്നുള്ള ചൂഷണത്തിൽ നിന്ന് എതിരായിട്ട് അദ്ദേഹം വളരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടിയുള്ള പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചാൽ അദ്ദേഹം പങ്കെടുക്കാത്ത, ഏറ്റെടുക്കാത്ത ജനകീയ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കർഷകരുടെ ആത്മഹത്യ സംബന്ധിച്ച പ്രശ്നമായിരുന്നപ്പോഴായിരുന്നാലും ശരി, അതല്ല ഈ മതേതര ശബ്ദങ്ങളെ അടക്കുന്ന, കൊലപ്പെടുത്തുന്ന, ഡിസെൻഡിങ് വോയിസിനെയൊക്കെ തന്നെ അടിച്ചമർത്തുന്ന രീതിയിൽ നമ്മുടെ ആളുകളെ കൊന്നൊടുക്കുന്ന സമയത്തായിരുന്നാലും, അത് പാൻസറെ മുതൽ ഇങ്ങോട്ടേക്ക്, കൽബുർഗി മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ള ആ സംഭവങ്ങളിലായിരുന്നാലും ശരി, അതേപോലെ തന്നെ കന്തമയിൽ കലാപമുണ്ടായപ്പോൾ, ക്രൈസ്തവർക്കെതിരായ കലാപമുണ്ടായപ്പോൾ അതിലിടപെടുന്നതിലായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഏറ്റെടുക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യാത്ത ഇത്തരത്തിലുള്ള വിഷയങ്ങൾ
വളരെ അപൂർവമായിട്ടാണ്. അത് മാത്രമല്ല വളരെ ഡെയറിങ് ആയിട്ട്, വളരെ നിർഭയനായി അധികാരത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന ഒരു 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 വ്യക്തിയായിരുന്നു ശ്രീ അഗ്നിവേശ്. സന്യാസിയായ അഗ്നിവേശ് എന്തിനാണ് RSSനെ ശക്തമായി എതിർക്കുന്നത്? പുരോഗമനപരമായി എന്തു ചെയ്താലും അതിനെ എതിർക്കാൻ ആദ്യമെത്തുന്നത് RSS ആയിരുന്നു. അതുകൊണ്ടാണ് സംഘപരിവാറിനെ മുഖ്യശത്രുവായി അഗ്നിവേശ് കണ്ടത്. ഗുജറാത്ത് വംശഹത്യ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയവരെല്ലാം ഈ കലാപത്തിൻ്റെ സൃഷ്ടികളാണ്. കലാപത്തിൻ്റെ മുറിവുകൾ ഉണക്കുന്നതിനായി ആദ്യം ഗുജറാത്തിൽ ഓടിയെത്തിയവരിൽ അഗ്നിവേശും ഉണ്ടായിരുന്നു. ഗുജറാത്ത് കലാപം ഗുജറാത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ലെന്ന് അദ്ദേഹം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള RSSൻ്റെ നിർവചനങ്ങൾ ഓരോന്നായി അഗ്നിവേശ് പൊളിച്ചെഴുതി. ജനാധിപത്യപരമായ സംവാദത്തിന് പലതവണ അഗ്നിവേശ് RSSനെ ക്ഷണിച്ചു. പക്ഷേ RSS തയ്യാറായില്ല. പകരം അഗ്നിവേശ് പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം അലങ്കോലപ്പെടുത്തുക എന്ന ദൗത്യം RSS ഏറ്റെടുത്തു. പോലീസ് സംരക്ഷണമില്ലാതെ രാജ്യത്ത് ഒരിടത്തും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോലുമുണ്ടായി. കേരളത്തിലും അഗ്നിവേശിനെതിരെ RSSൻ്റെ ഫാസിസ്റ്റ് ആക്രമണങ്ങളുണ്ടായി. 2018 ഡിസംബർ 2 തിരുവനന്തപുരം പൂജപ്പുരയിൽ അഗ്നിവേശ് പങ്കെടുത്ത ഒരു പരിപാടി RSSകാർ അലങ്കോലപ്പെടുത്തി. കേരളം ഉത്തരേന്ത്യയെ പോലെയല്ല. RSS ഫാസിസത്തിനെതിരെ കേരളം ശക്തമായി പ്രതികരിച്ചു. സഖാവ് അഭിമന്യു അനുസ്മരണ ദിനത്തിൽ സാംസ്കാരിക കേരളം അഗ്നിവേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞാൻ അഭിമന്യു, അജയനായ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, കുത്തലായി പട്ടിയെ തിരുവനന്തപുരം നഗരം അഗ്നിവേശിനെ തിരിച്ചു വിളിച്ചു. DYFI തലസ്ഥാന നഗരിയിൽ അഗ്നിവേശിനു വേണ്ടി വേദിയൊരുക്കി. RSSകാർ അലങ്കോലപ്പെടുത്തിയ അതേ വേദിയിലിരുത്തി അഗ്നിവേശിനെ സ്വീകരിച്ചു. ഫാസിസത്തിന് മുന്നിൽ തലകുനിക്കുന്ന നാടല്ല കേരളമെന്ന് മുന്നറിയിപ്പ് നൽകി. Why they wanted to stop me? Why do they think that I was not a Hindu? I am not seeking their certificate, whether I am a Hindu or not. I am a human being. I believe humanity is my religion and no parochial religion. I don't trust any of these communal outfits, and therefore I want to say, if they have any questions, they are welcome to come. കേരളമെന്നും അഗ്നിവേശിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായിരുന്നു. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുക മാത്രമല്ല, കോടതി വിധി നടപ്പിലാക്കുന്നതിനായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാവുകയും ചെയ്തു. There are many women who are saying, yes, we should not be allowed to enter. Correct? The Constitution gives you equality. The Supreme Court judgment gives you equality. The government of Kerala is going to give you equality. And you are saying, no, 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 we don't want. സാമുദായിക ചേരിതിരിവ് ഇന്ന് കൂടുതൽ രൂക്ഷമാണ്. മതത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ മനുഷ്യർ ഭിന്നിപ്പിക്കപ്പെടുന്നു. അയോധ്യ പ്രശ്നത്തിന് പിറകിലെ സംഘപരിവാർ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ ഏറ്റവും വീറോടെ വാദിച്ചിരുന്ന സന്യാസിയായിരുന്നു അഗ്നിവേശ്. പ്രധാനമന്ത്രി തന്നെ അയോധ്യയിൽ ശിലയിടുന്നതിനും അടുത്തിടെ രാജ്യം സാക്ഷ്യം വഹിച്ചു. രാജ്യം സാമുദായികമായി ഭിന്നിക്കപ്പെട്ടാൽ ഇവിടെ പട്ടിണി പടരുമെന്നും തൊഴിലില്ലായ്മ രൂക്ഷമാകുമെന്നും അഗ്നിവേശ് മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പുകൾ സത്യസന്ധമെന്ന് കാലം തെളിയിച്ചു. എന്തിനായിരുന്നു അഗ്നിവേശ് സ്വാമിജി സംഘപരിവാറിൽ നിന്ന് ആക്രമണം നേരിട്ടത്?
അത് പരിശോധിക്കുകയാണെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ ഈ 1893 സെപ്റ്റംബർ 11 ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു 2 വരിയുണ്ട്. ആ വരിയെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാമിജി പ്രവർത്തിച്ചു എന്നുള്ളതാണ് സ്വാമിജിക്ക് എന്താ പറയുക ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതിൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നതാണ്, സ്വാമിജിയുടെ പ്രസംഗമാണ്. മതപരമായ കാര്യങ്ങളിൽ ചേരിതിരിയൽ. നമുക്കറിയാം മതം പറഞ്ഞ് ആളുകളെ ചേരിതിരിക്കുക. ആരാണ് ഇന്ത്യയിൽ അങ്ങനെ മതം പറഞ്ഞ് ആളുകളെ ചേരിതിരിക്കുന്നത്? മതം പറഞ്ഞ് ആളുകളെ ചേരിതിരിക്കുന്നതിനെ കർശനമായി അതിനെതിരായി നിലപാട് ഉറപ്പിച്ചിട്ടുള്ളൊരു സ്വാമിജിയാണ് സ്വാമി അഗ്നിവേശ്. മതപരമായ കാര്യങ്ങളിൽ ചേരിതിരിയലും വിശ്വാസ പ്രമാണങ്ങളിൽ കണ്ണടച്ചുള്ള കടുംപിടുത്തവും. സ്വാമിജിയുടെ രംഗപ്രവേശനം തന്നെ ഇന്ത്യയിൽ സതിയിലേക്ക് കൈവച്ചുകൊണ്ടാണ്, അതിലേക്ക് എടുത്തു ചാടിക്കൊണ്ടാണ്. നമുക്കറിയാം അന്ധമായ ഈ കടുംപിടുത്തം, ഇത് രണ്ടും, ഈ രണ്ടിൻ്റെയും ഭയങ്കര സന്തതിയായ മതഭ്രാന്ത്. വാസ്തവത്തിൽ സംഘപരിവാറിനെ വിശേഷിപ്പിക്കാനുള്ള ഒരു ശബ്ദം എന്ന് പറയുന്നത് മതഭ്രാന്താണ്. ആ മതഭ്രാന്താണ് ഗാന്ധിജിയെ വകവരുത്തിയിട്ടുള്ളത്. അതിനെയാണ് വിവേകാനന്ദ സ്വാമികൾ 1893 പറയുന്നത്. മതഭ്രാന്തും കൂടി സുന്ദരമായ ഈ പാരിടത്തെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവ ലോകമൊട്ടുക്ക് അക്രമം വിതച്ചു. മനുഷ്യ രക്തത്തിൽ ഭൂമിയെ പലവരു സേചനം ചെയ്തു. നമുക്കറിയാം ഇന്നും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യനാണ്, ആ പരമ്പരയുടെ വക്താവ് എന്ന നിലയിലാണ് ഏത് നിലപാടാണോ വിവേകാനന്ദ സ്വാമികൾ കൈക്കൊണ്ടിട്ടുള്ളത് ആ നിലപാടാണ്. ചരിത്രം ഇടയ്ക്കൊക്കെ പിറകോട്ട് പോകാറുണ്ട്, അഥവാ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ചിലർ പിടിച്ചു വലിക്കാറുണ്ട്. അതിനെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളാണ് മാനവരാശിയെ മാറ്റിമറിക്കുന്നത്. അഗ്നിവേശ് പോരാട്ടവും ചെറുത്തുനിൽപ്പുമായിരുന്നു. ഈ പോരാളിയുടെ ജീവിതം ഇനി ചരിത്രമല്ല, എക്കാലത്തും വർത്തമാനമാണ്. കാരണം അഗ്നിവേശ് അണയാത്ത അഗ്നിയാണ്.